everyone, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ കിഴിയാണ്. ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ചെമ്മീൻ കിഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ കിഴി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള കുക്കായി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തൈരും പകുതി നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് ഞാനൊരു 15 ചെമ്മീനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മസാലയും ചെമ്മീനും കൂടി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്നു നോക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീനൊക്കെ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെമ്മീൻ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി റെഡിയാക്കാം. ഒരു വാഴയില എടുത്ത് അത് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് മേലൊരു ചെറിയ കഷ്ണം വാഴയിലയും കൂടി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അത് മേലെ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പൊക്കെ നീക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ മസാല ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് പകുതി ചെറുനാരങ്ങ നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചതാണ്, അത് ഇതിൻ്റെ മേലെ എടുത്ത് വെക്കുകയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അതൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ ഈ നാരങ്ങയുടെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങയുടെയും ഗ്രാമ്പൂയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇത് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കണം. ഒരു കിഴിയുടെ രൂപത്തിലാക്കി കെട്ടിയെടുക്കാം. ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ കെട്ടി വെച്ചിരിക്കുന്ന കിഴി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ആവിയിൽ വേണമെങ്കിൽ വെച്ച് വേവിക്കാം. അല്ലെങ്കിൽ നമുക്ക് കണലിൽ വേണം ചുട്ടെടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത്. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കിഴി തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓറഞ്ച് ഇപ്പോൾ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഓറഞ്ചിൻ്റെയും ചെമ്മീൻ്റെയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ഉള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ കിഴിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.